സോ ഫൈനലി ഞാൻ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ മൂവി ഇന്നലെ കണ്ടു. ആൻഡ് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഒറ്റ വാക്കിൽ ഇതൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു എൻ്റർടൈനറാണ്. പക്ഷെ ഇത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററായിട്ട് തോന്നിയിട്ടില്ല. മനസ്സിലായോ? ഇത് OTT കണ്ടാലും മതി, തിയേറ്ററിൽ തന്നെ പോയി കാണണം. അല്ല, സൂര്യ ഫാൻസ് ഉണ്ടാവില്ല, അങ്ങനെ കാണണമെങ്കിൽ അങ്ങനത്തെ റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടോ. അല്ലാണ്ടൊരു സിനിമ എന്ന രീതിയിൽ എനിക്കിത് ഒറ്റ ബാക്കി പറഞ്ഞാൽ വൺ ടൈം വാച്ചബിൾ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. അത് OTT കണ്ടാലും മതിയായിരുന്നു അങ്ങനെ. പക്ഷേ തിയേറ്ററിൽ കണ്ടെന്ന് പറഞ്ഞാൽ നഷ്ടമല്ല, ഒരു എൻ്റർടൈനറാണ്, വൺ ടൈം വാച്ചബിൾ എൻ്റർടൈനറാണ്. ബട്ട് ഇതിനകത്ത് കുറച്ച് നമുക്ക് എന്നൊക്കെ തോന്നുന്ന എലമെൻസുകളുണ്ട്. അതിപ്പോൾ അഭിനയം കൊണ്ടായാലും കുറച്ച് സീൻസ് കൊണ്ടായാലും. ബട്ട് പോസിറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കവർ ചെയ്യും. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വെങ്കി അത്ലൂരി. ഏത് ലക്കി ഭാസ്കർ ഡയറക്റ്റ് ചെയ്ത ആളാണ്. ലക്കി ഭാസ്കർ വെച്ച് നോക്കുമ്പോൾ ഈ പടം ഡൗണാണ്. നമ്മൾ ഓരോ പടങ്ങൾ വരുമ്പോൾ മികച്ചെന്ന് പറയാൻ തോന്നണം. ഒരു ഡയറക്ടറിൻ്റെ ഒരു മൂവി വരുമ്പോൾ ഒരു ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു വ്യൂവറിന് മികച്ചതെന്ന് പറയാൻ തോന്നണം. പക്ഷേ ലക്കി ഭാസ്കറൊക്കെ വെച്ച് നോക്കുമ്പോൾ ലക്കി ഭാസ്കർ ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പോയ ആളാണ്. കൊച്ചി ഫോറം മാള് സ്ക്രീൻ 3 അത് മറക്കില്ല. കിട്ടിയിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ലക്കി ഭാസ്കർ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഈ മൂവി ഡൗൺ ആണ്, കമ്പാരേറ്റീവ്ലി ഡൗൺ ആണ്. ആൻഡ് ഇതിൽ പറഞ്ഞാൽ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഈ വാരിസ് എന്ന് പറഞ്ഞ പടമായിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വാരിസ് ഞാൻ കണ്ടിട്ടില്ല. വാരിസിൻ്റെ ട്രെയിലറും ഇതൊക്കെ അല്ലാണ്ട് വീട്ടിൽ വെച്ചിരുന്നു. ഞാൻ കുറച്ച് സീൻസേ കണ്ടിട്ടുള്ളൂ, ഫുൾ പടം കണ്ടിട്ടില്ല. പിന്നെ റോസ്റ്റ് കണ്ടിട്ടുണ്ട്, വാരിസിൻ്റെ മൂവി റോസ്റ്റ്. ഏകദേശം ഒരു ടെംപ്ലേറ്റ് ആയിട്ട് തോന്നുന്നു. റിച്ച് ഒരു കുടുംബമുണ്ട്, ആ ഒരു ടൈപ്പ് സാധനം. അവിടെ വിജയ്ക്ക് പകരം ഇവിടെ സൂര്യ, അങ്ങനെ അവരുടെ വീട്ടിലൊരു വാരിസ് വേണം, അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഏകദേശം ഒരേ ഇതിലാണ് പോകുന്ന പടം. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു വാരിസിൻ്റെ അവിടെ പണി പാളിയത്. സ്റ്റിൽ ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഞാനൊരു ഊഹം വെച്ച് റോസ്റ്റൊക്കെ വരാനുള്ള ചാൻസ് ഞാൻ പറയാം. അധികം ഒരു സിനിമ റൊമാൻസിലിട്ട് കളിച്ചാൽ പറയുന്ന ഫാമിലി ഇമോഷനിട്ട് അധികം ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെന്തു കൊള്ളാവത്തുള്ളൂ. എനിക്ക് തോന്നുന്നു വാരിസിൽ പാളിപ്പോയത് അതാവാം. ഏത് ഇമോഷണൽ രംഗങ്ങൾ അങ്ങനെ കുറേ വന്ന് അലമ്പാവും. ഈ മൂവിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇമോഷണൽ സീൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കോമഡി സീൻ വരുന്നുണ്ട്. മനസ്സിലായോ? ആരെങ്കിലും വെച്ച് ബാലൻസ് ചെയ്യും. ഒന്നെങ്കിൽ ആക്ടിങ് വെച്ച് ബാലൻസ് ചെയ്യും, അല്ലെങ്കിൽ പറയുന്ന എന്തെങ്കിലും കോമഡി വെച്ച് ബാലൻസ് ചെയ്യും. അല്ലെങ്കിൽ അധികം മീറ്റർ കൂടിപ്പോയാൽ അലമ്പാവും. ഞാൻ പറഞ്ഞ പോലെ വേവിച്ച് ഓവറാക്കുന്ന പോലെ, കുക്ക് ചെയ്ത് ചളാവുന്ന പോലെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ രംഗങ്ങളുണ്ട്, ബട്ട് അവിടെ ഏതെങ്കിലും ഒരു കോമഡി സീൻ വെച്ച് ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞ പടത്തിനകത്ത് എവിടേക്കോ കുറച്ച് തകരാറ് നമുക്ക് തോന്നും. ബട്ട് സ്റ്റിൽ അതൊക്കെ നെഗ്ലിജിബിൾ ആണ്. മോർ ഓവർ ഫൈനലി പടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഓക്കെ, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് തോന്നി. അലമ്പായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം അലമ്പ് വരുന്ന ഭാഗങ്ങൾ ഈ പറഞ്ഞ പോലെ ക്ലിയർ ആയി പോകുന്നുണ്ട്. സൂര്യയുടെ പെർഫോമൻസ്, മമിതയുടെ പെർഫോമൻസ്, അവരാണ് ഞാൻ പറഞ്ഞ പെർഫോമൻസ് ബാലൻസ് ചെയ്ത പോലെ തോന്നുന്നത്. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മമിത പഴിച്ചൊക്കെ പുറത്തു നോക്കിയല്ലേ. ഈ മമിതയുടെ ഒന്നും എനിക്ക് ഇപ്പോൾ സൂപ്പർ ശരണ്യൊന്നും എനിക്ക് ആ പടം ഇഷ്ടമല്ല. സൂപ്പർ ശരണ്യ എൻ്റെ അഭിപ്രായം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതിനുശേഷം എനിക്ക് പ്രേമലു തൊട്ട് പിന്നെ ഇഷ്ടമാവാൻ തുടങ്ങി ആളുടെ അഭിനയം. പ്രേമലു, പിന്നെ ഡ്യൂഡ് എത്തിയാലോ, ഡ്യൂഡിലും അമ്മയുടെ റോള് ക്യാരക്ടർ, ഒരു മദറിൻ്റെ ക്യാരക്ടർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇതൊക്കെ തന്നെ ഈ പടത്തിൽ അങ്ങനെയാണ്, സറോഗേറ്റ് മദർ. പിന്നെ ഇതുണ്ടല്ല രക്ഷാനായകൻ എന്നൊക്കെ, ജനനായകൻ. ഞാൻ ആ പടം കണ്ടില്ല, കാണാൻ പറ്റിയില്ല എനിക്ക്. അതിൻ്റെ അവസ്ഥ എങ്ങനെ എനിക്കറിയില്ല. ബട്ട് സൂര്യയായിട്ട് അഭിനയിക്കുന്നു, പ്രദീപ് രംഗനാഥൻ, വിജയൊക്കെ ആയിട്ട് ഒരു കരിയറിൻ്റെ വ്യത്യാസമേ. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ സൂര്യ ഫാനാണ്. എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്ന സൂര്യ ഫാനായിട്ടാണ്. വാരണമായിരം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആ സമയമായിരുന്നു, ആ പടങ്ങളാണ് വരുന്നത്. വാരണമായിരം, അയാൻ, ഒരു പടം കൂടി ഗജനി, മന്നൂട്ടെ സൂര്യ ഫാനാണ്. പക്ഷെ റീസെൻ്റ്ലി ഇറങ്ങിയിരിക്കുന്ന ഈ പറയുന്ന കറുപ്പ്, ഈ പടങ്ങളൊന്നും അമ്മ കണ്ടിട്ടുമില്ല. കങ്കുവ, കറുപ്പ്, അടുത്തിറങ്ങിയ പടങ്ങൾ തിരക്കുകൾ കാരണം കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സൂര്യപടം ആയതുകൊണ്ട് അമ്മയോട് പറഞ്ഞു ഓക്കെ അമ്മ പോകാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഈ പടം കുറച്ചും കൂടി നേരത്തെ കണ്ടേനെ. ഇന്നലെ രാവിലത്തെ ഷോ, ഉച്ചക്കത്തെ ഷോ കണ്ട് ഞാൻ ഇന്നലെ തന്നെ റിവ്യൂ ഇട്ടേനെ. പക്ഷേ ഇന്നലെ അമ്മയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അമ്മ അവൈലബിൾ ആകുന്ന രാത്രിയാണ്. അപ്പോൾ തോന്നി നൈറ്റ് ഷോ പോവാം. അങ്ങനെ PVR ലുലുവിൽ പോയിട്ട് കണ്ടു. ലുലു സ്ക്രീൻ 4 അവിടെയാണ് പടം കാണുന്നത്. നൈറ്റ് ഷോ, നൈറ്റ് 10:50 ഷോ. അമ്മയ്ക്ക് സൂര്യ കാണണമെന്നൊരു ഭയങ്കര ഇഷ്ടമുള്ള ആക്ടർ അമ്മയ്ക്ക്. അപ്പം അങ്ങനെ സൂര്യയുടെ പടമാണ്, എന്നാൽ പോവാം, സൂര്യയുടെ പടമാണ്, നൈറ്റേ സമയമുള്ളൂ, അങ്ങനെ പോയി കണ്ടു. അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ പേഴ്സണലി ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ലാഗ് തോന്നിയെന്നേ പറഞ്ഞു, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ ഇത്രയും വലിച്ചിട്ടുണ്ട്. ശരി, അതൊരു ഫാക്ടറാണ് പടത്തിൽ. ഡ്രാമ എലമെൻറ്റ്സ് ആണ് കൂടുതലും, ചെറിയ ലാഗ് വരും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം കൊണ്ടൊരു വൺ ടൈം വാച്ചബിൾ എൻ്റർടൈനർ, അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ മ്യൂസിക്, ജി വി പ്രകാശ് കുമാർ, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് പടം.
കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്സ്. ഇപ്പോൾ GVP എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഇപ്പോൾ ഇന്നലെ വേറൊരു പടം കൂടി റിലീസ് ഉണ്ട്, മകുടം എന്ന് പറഞ്ഞ പടം. നമ്മുടെ വിശാൽ സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടം മകുടം. അതും GVP ആണെന്ന് തോന്നുന്നു, GVP ആണെന്ന് തോന്നുന്നു. 2 പടം ഉണ്ടാവില്ല മ്യൂസിക്കിൽ ഇന്നലെ ഇറങ്ങിയത്. ഒന്ന് മകുടം, ഒന്ന് മകുടം. കാണാൻ പ്ലാനില്ല, മകുടം കാണാൻ അങ്ങനെ പ്ലാനില്ല. കാണണമെന്നുണ്ടായിരുന്നു. ട്രെയിലർ വലിയ ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുണ്ടോന്നല്ല, കണ്ടൊരു റിവ്യൂ ഇടണമെന്ന് തോന്നി. പക്ഷേ തമിഴ്നാട്ടിലടക്കം, കാരണം ഒരു മൂവി വരുമ്പോൾ കേരളത്തിൻ്റെ കേസ് ഞാൻ വിശ്വസിക്കുന്ന, എനിക്ക് കേരളത്തിലെ റിവ്യൂ വിശ്വസിക്കാൻ പറ്റുള്ളൂ. പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ പടം കണ്ടതിന് ഇറങ്ങുമ്പോൾ തന്നെ തിയേറ്റർ റെസ്പോൺസ് എനിക്ക് താല്പര്യമില്ല, വെറുതെ അത് വിശ്വസിക്കാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. കേരളത്തിലെ കേസ് പറഞ്ഞാൽ വനിതാ വിനീത ഒഴിച്ച് പിന്നെയും വിശ്വസിക്കാം. വനിതാ വിനീത ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞ് ഇറങ്ങുന്ന തിയേറ്റർ റെസ്പോൺസിൽ കേരളത്തിൽ മീൻസ് അത് മാത്രം നോക്കി പറയുകയാണെങ്കിൽ താല്പര്യമില്ല. വനിതാ വിനീതയുടെ റെസ്പോൺസിൽ എനിക്ക് വിശ്വാസമില്ല. അത് അല്ലാണ്ടുള്ള തിയേറ്റേഴ്സ് പിന്നെ ഓക്കെയാണ്. പക്ഷേ ഈ പറയുന്ന കേരള, തമിഴ്നാട്, നോർത്ത് ഇന്ത്യയൊക്കെ വെച്ച് നോക്കിയാൽ കേരള ബെറ്റർ. റിവ്യൂ അല്ലെങ്കിൽ പറയുന്ന ഈ തിയേറ്റർ ഒപ്പീനിയൻ, സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം. ഈവൻ ഈ പടം ഇപ്പോൾ തമിഴ്നാട്ടുകാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പറയുന്നത് എനിക്ക് തോന്നിയ കാര്യമാണ്. സൂപ്പർ അതാന്നൊക്കെ പറയുന്നവരാ. മകുടത്തിന് ഞാൻ തമിഴ്നാട്ടിലെ റിവ്യൂ നോക്കി, എല്ലാവരും മൊക്കപ്പടം എന്നാണ് പറയുന്നത്. പിന്നെ കേരളത്തിലെ റിവ്യൂ കണ്ടപ്പോൾ തോന്നിയില്ല ഇത്രയും പൈസ കൊടുത്ത് ഇനി കാണണോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ കാരണം 2 മണിക്കൂറോ 2.25 മണിക്കൂറൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് നമ്മളൊരു ഇത്രയും രൂപ കൊടുത്തിട്ട് 3 മണിക്കൂർ കൂടുതലുണ്ട് പടം. 3 മണിക്കൂർ 5 മിനിറ്റ്, 3 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ട്. അത്രയും കൊടുത്ത് കാണണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനായി. പിന്നെ തോന്നി പോകണ്ട. അതെന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൻ്റെ കാര്യമാണ്. അതിലും GVP ആണ് പറയുന്ന പടം. GVP ഏത് വിശ്വനാഥൻ സാൻസ്. സോ ഫൈനലി ഈ ഒരു പടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻ്റർടൈനറാണ്. അത് OTT കണ്ടാലും മതി, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് അല്ല. അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഓണത്തിന് മുമ്പായിട്ടൊരു പടമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ പോയി അങ്ങ് കാണാം. ഞാൻ പറയുന്നത് ഇമോഷണൽ കാണാൻ മാത്രമേ ഉള്ളൂ, കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അതായിരുന്നു എനിക്ക് വിശ്വനാഥൻ സൺസ് എന്നൊരു മൂവി.